ആജ്ഞ, ഈയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരം എങ്ങനെ നടക്കുമെന്നത് സംബന്ധിച്ചുള്ള പല രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ യോഗം അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. യോഗത്തിലെ തീരുമാനം ഈ വെടിക്കെട്ടില്ലാതെ പൂരം നടത്താനാണ്. പക്ഷേ ഈ പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ട് വേണമെന്ന ഒരു നിലപാട് തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഈ തീരുമാനത്തോട് ഇവർ യോജിച്ചത്? എങ്ങനെയാണ് ആ തീരുമാനത്തോട് വഴങ്ങിയത്? എന്താണ് യോഗത്തിൻ്റെ വിശദാംശങ്ങൾ? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പൂരവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തീരുമാനം കൈക്കൊള്ളാൻ അടിയന്തര യോഗം ഇന്ന് തൃശൂർ കളക്ടറേറ്റിൽ ചേർന്നത്. അതുമാത്രമല്ല 3 മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരുന്നു ദേവസ്വം മന്ത്രി VN വാസവൻ, അതുപോലെ മന്ത്രി കെ രാജൻ, മന്ത്രി R ബിന്ദു തുടങ്ങിയ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് യോഗം തുടങ്ങിയത്. തൃശൂർ MP സുരേഷ് ഗോപി യോഗത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലല്ല, തൃശൂർ MP എന്നുള്ള നിലയിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം യോഗത്തിന്റെ ഭാഗമായുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കിയത് വെടിക്കെട്ട് വേണം എന്നുള്ള നിലയിൽ തന്നെയാണ്. പ്രധാന വെടിക്കെട്ടും അതുപോലെ പകൽപൂരത്തിനു ശേഷമുള്ള വെടിക്കെട്ടും വേണം എന്ന് തന്നെയായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ഒരുക്കമാണ്, അതിനാണ് ഇത്തരത്തിലൊരു എങ്ങുമെത്താതെയുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത് എന്ന് രാവിലെ അവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ വളരെ വ്യക്തമായി തന്നെ സംസ്ഥാന സർക്കാർ നിലപാട് മുന്നോട്ട് വയ്ക്കുകയും അതിനോട് ഇരു ദേവസ്വങ്ങളും ഒത്തുപോവുകയും ഉള്ള നിലപാട് തന്നെയായിരുന്നു. അതിൽ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടും ഈ അപകട സാഹചര്യത്തെ കൂടി കണക്കിലെടുത്തും ഇത്രയധികം വലിയ സംഖ്യയോളം വരുന്ന ആളുകളുടെ മരണത്തിന് സാഹചര്യമാക്കിയതും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ 24-ാം തീയതി, അതായത് നാളെ വരെ ഇതുമായി ബന്ധപ്പെട്ട ദുഃഖാചരണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയവിളക്കുൾപ്പെടെ ഉള്ളവ കത്തിക്കുന്ന സാഹചര്യമില്ല. പറയെഴുന്നള്ളിപ്പ് വീടുകളിൽ പോയി ശേഖരിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കിയിരുന്നതാണ്. എന്നിരുന്നാൽ പോലും ഈ പൊലിഞ്ഞ ജീവനുകളേറെയും തിരുവമ്പാടിക്കാരുടേതാണ് എന്നുള്ള ഒരു കൺസിഡറേഷനും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തവരാണ് മരിച്ചത്, അതിനോടുള്ള ദുഃഖാചരണത്തിൽ പങ്കുചേരുന്നുണ്ട്. അതുമാത്രമല്ല, പാറമേക്കാവ് മുന്നോട്ട് വെക്കുമ്പോഴും തിരുവമ്പാടിക്ക് വേണമെങ്കിൽ തങ്ങളുടെ വെടിക്കോപ്പ് ഉപകരണം നൽകാം എന്നും അവർ മുന്നോട്ട് സജഷൻ വെച്ചതാണ്. പക്ഷേ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെടിക്കെട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തുകയായിരുന്നു ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനവും കുടമാറ്റം 15 മിനിറ്റായിട്ട് ചുരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ നടക്കുന്ന കുടമാറ്റം നമുക്കറിയാം. തൃശൂർ പൂരത്തിൽ തന്നെ ദേവീദേവന്മാർ 2 വിഭാഗങ്ങൾ അവരുടെ മികവ് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ ഒന്നുകൂടിയാണ് കുടമാറ്റം. അതിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന കുടകൾ എങ്ങനെ കൊണ്ടുവരാമെന്നായിരുന്നു ഓരോ വർഷവും ഓരോ പൂരത്തിനും ആളുകൾ കാത്തിരിക്കുന്നതും. ഏറ്റവും കൂടുതൽ ഇന്നവേറ്റീവായിട്ടുള്ള കുടകൾ ഏതാണ്, വർണ്ണക്കുടയിൽ പുതുതായി എന്ത് കണ്ടെത്താം, പുതുതായി എന്ത് ചെയ്യാമെന്നുള്ള ഇന്നോവേഷൻസ് നടക്കുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു പൂരത്തിൽ കുടമാറ്റം. ആ കുടമാറ്റം കൂടിയാണ് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. കുടമാറ്റം 15 മിനിറ്റായിട്ട് ചുരുക്കുമ്പോൾ തന്നെ സാധാരണ അതായത് ഒരു കുട മാറുമ്പോൾ ആലവട്ടവും വെഞ്ചാമരവും വീശിയ ശേഷമാണ് അടുത്ത കുടയിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. 1 മണിക്കൂർ നീണ്ടിരുന്ന കുടമാറ്റത്തിൽ നിന്നും അത് 15 മിനിറ്റായിട്ട് ചുരുങ്ങുമ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ പൂരം ആചാരങ്ങൾ മാത്രമാവുകയാണ്. ഈ കുടമാറ്റം എന്ന് പറയുന്നത് പ്രതീകാത്മക കുടമാറ്റമായി മാറുകയാണ്. ആചാരം എന്നുള്ള തരത്തിലേക്ക് മാത്രമാണ്. മറ്റു പൂരത്തിന്റെ എല്ലാ ആചാരങ്ങളും അതുപോലെ തന്നെ നടക്കും. ആ ഒരു സാഹചര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മഠത്തിൽ വരവാകെ, പൂരപ്പുറപ്പാടാകട്ടെ, ഇലഞ്ഞിത്തറമേളമാകട്ടെ, തെക്കോട്ടിറക്കമാകട്ടെ, അതിനുശേഷം കുടമാറ്റത്തിലെത്തുമ്പോഴും കുടമാറ്റത്തിനും വെടിക്കെട്ടിനുമാണ് ഈ പറയുന്നത് പോലെ നിയന്ത്രണമുള്ളത്. കുടമാറ്റം ചുരുക്കുകയും 15 മിനിറ്റായി ചുരുക്കുകയും വെടിക്കെട്ട് പൂർണ്ണമായും വേണ്ട എന്നുള്ള തരത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെടിക്കെട്ട് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ തരത്തിലുള്ള വലിയ ചിലവുള്ള അല്ലെങ്കിൽ വലിയ സമയം നീണ്ടു നിൽക്കുന്ന വലിയ തരത്തിലുള്ള വെടിക്കെട്ട് നടത്തുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ചടങ്ങിന്റെ ഭാഗമായിട്ട് 1-2 കതിര പൊട്ടിക്കുകയോ മറ്റോ ചെയ്യുമെന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത്രയധികം ഉപകരണങ്ങൾ
ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെടിക്കെട്ട് ഉപകരണങ്ങൾ അത് ഇതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ള കാര്യവും സർക്കാരുമായി ആലോചിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അത് പാറമേക്കാവിന്റെ കൈവശമുള്ള ഈ വെടിക്കെട്ട് സാമഗ്രികൾ എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണം. അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള അപേക്ഷയും നൽകിയിട്ടുണ്ട്. സർക്കാർ ഏത് തരത്തിലാണ് അതിന് സജഷൻ വെക്കുന്നതെന്ന് വെച്ചാൽ അത്തരത്തിൽ അതിനെ നിർവീര്യമാക്കാനുള്ള നീക്കവും നടക്കുമെന്നാണ് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പൂരം കൊടിയേറുമ്പോൾ അല്ലെങ്കിൽ നഗരിയിലേക്ക് വരുമ്പോൾ എല്ലാ തവണയും പൂരത്തിനുണ്ടായിരുന്ന വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേസമയം പൂരം അതിന്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളിൽ മാത്രമായിരിക്കും. കോവിഡ് കാലത്തും ഇത്തരം ആചാരങ്ങളിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം വലിയ കേരളത്തെ തന്നെ നടുക്കിയ വലിയ അപകടമുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ആഘോഷമായി മാറ്റുന്നതിന് താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയും അങ്ങനെ ഒരു സജഷൻ ആയിരുന്നു മന്ത്രിമാരോട് ഈ മീറ്റിംഗിൽ വെക്കാൻ പറഞ്ഞത്. മീറ്റിംഗുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ, ജില്ലാ പോലീസ് മേധാവി, അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദം, ജനപ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച ശേഷമാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും. പറവേക്കാവും തിരുവമ്പാടിയും ഈ ഒരു സജഷൻ മുന്നോട്ട് വെച്ചപ്പോഴും ഇത്തരത്തിൽ വെടിക്കെട്ട് വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടപ്പോൾ അതിനോട് അനുകൂലിച്ചു പോകുന്ന സാഹചര്യമാണ്. വലിയ തർക്കങ്ങളോ അതല്ലെങ്കിൽ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു സാഹചര്യമോ അങ്ങനെ സ്വാർത്ഥത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങളോ ഒന്നും ഒരു വിഭാഗത്തിന്റെയും ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും പൂരം കുടമാറ്റം 15 മിനിറ്റത്തേക്ക് ചുരുക്കി എന്നുള്ളതും വെടിക്കെട്ടുണ്ടാവില്ല എന്നുള്ളതുമാണ് പ്രധാനമായ തീരുമാനം. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനും CV അനുമോദുമാണ് തൃശ്ശൂരിൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.